ഇടുക്കിയുടെ ലോ റേഞ്ചായ തൊടുപുഴയിൽ സമുദ്രനിരപ്പിൽ നിന്നും 500 അടി ഉയരത്തിലുള്ള ഉറവപ്പാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഏറെ പ്രസിദ്ധമാണ്. വനവാസ കാലത്ത് പാണ്ഡവർ ഉറവപ്പാറയിലെത്തി അവിടെ പർണശാല കെട്ടി താമസിക്കുകയും പ്രാർത്ഥനയ്ക്ക് വേണ്ടി രാത്രി ഒരു ക്ഷേത്രം നിർമ്മിച്ചു എന്നുമാണ് ഐതിഹ്യം. അപ്പോൾ ഈ ക്ഷേത്രവും ക്ഷേത്രവിശേഷങ്ങളുമാണ് ഇന്നത്തെ ദൈവമേ കൈത്തൊഴാമിൽ. ഭീമന്റെ കാൽപ്പാടുകൾ പതിഞ്ഞ പാറക്കെട്ടുകൾ, പഞ്ചപാണ്ഡവർക്കായി പാഞ്ചാലി നിർമ്മിച്ച അടുപ്പുകല്ലുകൾ, യുധിഷ്ഠിരൻ പൂജ ചെയ്ത ക്ഷേത്രം, അങ്ങനെ ഐതിഹ്യങ്ങൾ കൊണ്ടും ആചാരങ്ങൾ കൊണ്ടും നിരവധി പ്രത്യേകതകളാണ് ഉറവപ്പാറയ്ക്ക് മുകളിലെ ഈ ക്ഷേത്രത്തിനുള്ളത്. ഇടുക്കി തൊടുപുഴയിലെ ഏറ്റവും ഉയർന്ന പ്രദേശത്താണ് ഉറവപ്പാറ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തൊടുപുഴയിൽ നിന്ന് 4 കിലോമീറ്റർ മാത്രമാണ് ക്ഷേത്രത്തിലേക്കുള്ള ദൂരം. സുബ്രഹ്മണ്യ സ്വാമിയാണ് പ്രതിഷ്ഠ. പാണ്ഡവർക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്യാൻ പാഞ്ചാലി ഉപയോഗിച്ച അടുപ്പുകല്ലുകൾ, ഭീമസേനൻ കാലുകൊണ്ട് നിർമ്മിച്ച ഉറവ പറ്റാത്ത കുളം എന്നിവയുൾപ്പെടെ നിരവധി കാഴ്ചകളാണ് ഇവിടെയുള്ളത്. വാതിലുകളില്ലാത്ത കരിങ്കൽ പാളികൾ കൊണ്ട് നിർമ്മിച്ച ചുവരുകൾക്കുള്ളിലായിരുന്നു ക്ഷേത്രത്തിലെ ആദ്യ പ്രതിഷ്ഠ. തമിഴ്നാട്ടിൽ നിന്നുള്ള ആദിവാസി സമൂഹം കാതങ്ങൾ താണ്ടി എല്ലാ വർഷവും ഇവിടെയെത്തി പൂജകൾ നടത്തിയിരുന്നതായി പറയപ്പെടുന്നു. യുധിഷ്ഠിരൻ ശിവാരാധന നടത്തുന്നതാണ് പറയപ്പെടുന്നത്. ഈ അമ്പലത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ആദിവാസി സമൂഹങ്ങളായിരുന്നു പണ്ട് ഇവിടെ ആരാധനയും ഉത്സവവും കൊടിയേറ്റും ഒക്കെ നടത്തിയിരുന്നതായിട്ടൊരു ഐതിഹ്യം ഈ അമ്പലമായിട്ട് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ഒരു സമയത്ത് അങ്ങനെ അവരുടെ പ്രയാണം നടക്കുന്ന സമയത്ത് ഇവിടെ പൂജ നടത്തേണ്ട പ്രധാന പുരോഹിതൻ പെട്ടെന്ന് ബോധഹീനനായിട്ട് നിലംപതിച്ചു. അപ്പോൾ ആ സമയത്ത് ഇവിടുത്തെ ഉത്സവം മുടങ്ങിപ്പോകുമല്ലോ എന്ന് ഭയന്നിട്ട്, അല്ലെങ്കിൽ അന്ന് അങ്ങനെ സങ്കോചപ്പെട്ടിട്ട് ആ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരും കൂടി പെട്ടെന്ന് തന്നെ ഈ മൂപ്പനെ ഒരു മഞ്ചലുണ്ടാക്കി ഒരു കുടിൽ കെട്ടി അവിടെ കിടത്തിയിട്ട് അവരുടെ ഔഷധ സസ്യശേഖരത്തിൽ നിന്ന് ഒരു പിടി കുരുമുളകെടുത്ത് മൂപ്പൻ്റെ തലയ്ക്കൊഴിഞ്ഞ് അവിടെ വെച്ച് ഉറവപ്പാറ ദേവനെ വിളിച്ച് പ്രാർത്ഥിച്ചെന്നാണ് പറയുന്നത്. ഇതര മതസ്ഥരായ ആളുകളും ഉറവപ്പാറയിലെത്താറുണ്ട്. മകരമാസത്തിലെ പുണർദ നാളിലും പൂയം നാളിലുമാണ് ഉറവപ്പാറ ക്ഷേത്രത്തിലെ ഉത്സവം. കോട്ടയം, എറണാകുളം ജില്ലകളുടെ അതിർത്തികൾ തൊടുപുഴ പട്ടണവും മലങ്കരയും മൂലമറ്റവും വാഗമൺ മലനിരകളും ഉറവപ്പാറ ക്ഷേത്ര പരിസരത്ത് നിന്നുള്ള 4 ദിക്കിൽ നിന്നും കാണാനാവുന്ന കാഴ്ചകളാണ്. നമ്മൾ അതിരാവിലെയൊക്കെ വരുവാണെങ്കിൽ നല്ലൊരു ഫീൽ കിട്ടും. അതുപോലെ തന്നെ ഈവനിങ് ടൈം 6:30 ടൈം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സൺസെറ്റൊക്കെ ആസ്വദിക്കാനൊക്കെ നല്ലൊരു സ്ഥലമാണ്. പിന്നെ ഇവിടെ മുരുകൻ്റെ അമ്പലമുണ്ട്. അപ്പം വിശ്വാസികൾക്കും കുറച്ചും കൂടെ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണെന്ന് പറയാം. മനസ്സൊക്കെ ഒന്ന് ഒരു റിലാക്സ് ആയിട്ടിരിക്കാനുള്ളൊരു സ്ഥലം. ആത്മീയ യാത്രികർക്ക് പുറമെ അനവധി വിനോദസഞ്ചാരികളും ഉറവപ്പാറയിലേക്ക് ദിനം പ്രതി എത്താറുണ്ട്. അത്രത്തോളം ദൈവികവും സുന്ദരവും ശാന്തവുമാണ് ഉറവപ്പാറയിൽ നിന്നുള്ള കാഴ്ചകൾ. സനൽ ഇളമ്പച്ചിക്കൊപ്പം ആൽവിൻ തോമസ്, ന്യൂസ് മലയാളം, ഇടുക്കി.